എന്ന് എന്നോട് സുരേഷ് ബാബുവും പറയുന്നുണ്ട്. അപ്പോൾ രാജൻ തൃശ്ശൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂർ ആട്ടാട്ട് നിന്നാണ്. ശ്രീ രാജൻ, അവിടെ തൃശ്ശൂർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു നാടാണല്ലേ? വലിയ ആഘോഷങ്ങളും വലിയ ഇതുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ശ്രീ രാജൻ അവിടെ വീട്ടിനടുത്തൊക്കെ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്തോ? എന്താ സംഭവിച്ചത്? ഇതിലിപ്പോ നമ്മൾ ജാതിപരമായിട്ട് പറയുന്നല്ല, പക്ഷെ ഞാൻ ഹിന്ദു ആണെങ്കിലും എനിക്കൊരു ജാതിയോ ഒരു മതമോ സെപ്പറേറ്റ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഈ രാഷ്ട്രീയമുണ്ടോ ശ്രീ രാജൻ? എന്നെ ഇപ്പൊ അത്ഭുതപ്പെടുത്തുന്ന രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഈ ഞങ്ങളുടെ ക്രിസ്മസ് പാർട്ടി, ഞങ്ങളുടെ കരോൾ അങ്ങനെയുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? അങ്ങനെയില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില വ്യക്തികൾക്ക് അത് ഉണ്ടാകാം, പക്ഷെ എന്താണ് പിന്നെ ഈ ആലപ്പുഴയിൽ ഇങ്ങനെ ക്രിസ്മസ് സംഘത്തിന് നേരെ ഇത് വലിയ അക്രമം നടക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം DYFIയുടെ ക്രിസ്മസ് പാർട്ടി, മറ്റേത് വേറൊരു വിഭാഗം, എന്നിട്ട് അവരെ അടിക്കുകയാണ്. ഇതിനെ എന്താണ് എങ്ങനെയാണ് അത് താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം അതിന് ശരിയായിട്ടുള്ള ഒരു ആത്മപരിശോധന നടത്തണം. അത് രണ്ട് ക്ലബ്ബാണ്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയത്തെ വെച്ച് കണക്കൂട്ടരുത്. വേണ്ട എന്നല്ല, അതിന്റെ നിലപാട് അത് പരിശോധിച്ച് അതിന് DYFIക്കാരന് ശക്തമായ നടപടി എടുക്കണം. DYFIക്കാർ ആക്രമിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കരുത്, BJPക്കാർ ആക്രമിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കണമെന്നാണ്. ഇല്ല, ഞാനത് സ്റ്റാർട്ടിങ് പറഞ്ഞത് വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിൽ രാഷ്ട്രീയം നോക്കണ്ടെന്നല്ല പറഞ്ഞത്. അത് രണ്ട് ക്ലബ്ബാണ് അല്ലേ എന്ന് ശരിക്കും. രണ്ട് ക്ലബ്ബിൽ ഒരു ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്നത് DYFIക്കാരാണ്. അപ്പൊ അവരല്ലേ ഏറ്റവും ഈ ക്രിസ്മസിന്റെ സന്ദേശം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വലിയ വായിൽ പറയുകയല്ലേ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, ത്യാഗത്തിന്റെ, സമുന്നതയുടെ ഒക്കെ ദിനമാണെന്ന് പറയുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട DYFI CPM പ്രവർത്തകർ ഇങ്ങനെ മറ്റാളുകളെ, സ്ത്രീകളെ, കുട്ടികളെ ഒക്കെ അടിക്കാൻ പോകാൻ പാടുണ്ടോ? അല്ല, ഞാൻ അത് പറഞ്ഞല്ലോ, അതിൽ നല്ല ആത്മപരിശോധന നടത്തി ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഈ സംഘ് പരിവാറിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിക്കാൻ ഈ സംഭവം വഴിവെച്ചില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പറയാൻ പറ്റുക? സംഘപരിവാർ നിങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളും അടിക്കും എന്നതല്ലേ അതിന്റെ ദൃശ്യം നമ്മളെ വ്യക്തമാക്കുന്നത്. അല്ലാതെ ഈ സ്ത്രീകളും കുട്ടികളും എന്ത് തെറ്റ് ചെയ്തു? അല്ല, സ്ത്രീകളും കുട്ടികളും അല്ലല്ലോ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ വെറുതെ കാണാതെ. പ്രശ്നം തുടങ്ങിയത് ആരാണെങ്കിലും ഈ കുട്ടികളെ സ്ത്രീകളെ അടിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഒരു തിക്കും തിരക്കാവുമ്പോ അവിടെ എന്ത് സംഭവം? ഇപ്പൊ ചുരുക്കം തന്നെ കഴിഞ്ഞ ഇതാണ് BJPക്കാർ അടിക്കുമ്പോൾ തിക്കും തിരക്കല്ല, അത് ഇതാണ് അവർ പറയുന്നത്. അത് മദ്യപിച്ചു വന്നതാണെന്നാണ്. ഏത് ഈ ചെറിയ കുട്ടികളെ? നിങ്ങൾ പറയുന്നത് ഇത് വേറൊരു കാര്യത്തിലാണ്. അപ്പൊ ഇതിൽ അനാവശ്യമായ രാഷ്ട്രീയ കലർത്തുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇത് ചിത്രം വ്യക്തമാക്കുന്നത്. ഇത് എന്നിട്ട് വലിയ മത ഏകതയുടെ കഥ ഇങ്ങനെ പറയുകയാണ് CPMകാർ. അല്ല, പാലക്കാട് വിഷയത്തിലാണോ ഈ മതം കലർത്തി എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും മനസ്സിലായില്ല പറഞ്ഞത്. പാലക്കാട് വിഷയത്തിൽ അവിടെ BJPക്കാർ ന്യായീകരിക്കുന്നത് എന്താണെന്നറിയാമോ? കുട്ടികൾ, ആ ചെറിയ കുഞ്ഞുങ്ങൾ മദ്യപിച്ചു വന്നെന്ന്. ഇങ്ങനെ ഓരോ തരം ന്യായീകരണം. നിങ്ങളിപ്പോ വേറൊരു തരം, കുട്ടികളെ അടിച്ചിട്ട് അത് വേറൊരു ന്യായീകരണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ കുട്ടികളോ മുതിർന്നവരോ എന്ന് വ്യക്തമായിട്ട് ഒന്നും മാറ്റി നിർത്തണ്ടെന്നേ. ഇതിൽ ആര് തെറ്റായ നടപടി ചെയ്തു, അല്ലെ തെറ്റായ കാര്യങ്ങൾ ചെയ്തു, അതിന് ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പിണറായി ഭരിക്കുന്ന ഗവൺമെന്റ് സംസ്ഥാനമാണെങ്കിൽ അവിടെ, അല്ലെ BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അവിടെ. എന്തായാലും മറ്റുള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം ഒരുപടി മുന്നിൽ തന്നെയാണെന്നേ. എല്ലാതും കൊണ്ടും എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും കൊണ്ട്. അത് നിങ്ങൾ ചാനലുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ CPMനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ചാനലുകാർ ചെയ്യുന്നത്. ഞാൻ തള്ളി പറഞ്ഞു. നിങ്ങൾ പിന്നെ കുട്ടികളെയും ചെറിയ സ്ത്രീകളെയും ഒക്കെ അടിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളെ പൊക്കി പറയണോ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ തള്ളിയത്. ഞാൻ ഇത് പറയുന്നത് എനിക്ക് CPMോ BJPയോ കോൺഗ്രസോ ഒന്നുമില്ല. ഞാൻ ഈ സ്ത്രീകളെയും കുട്ടികളെയും അടിക്കുന്നവരെ ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയത്തിന്റെ ആളായാലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ അതിനൊന്നും പിന്താങ്ങില്ല. അല്ല, ഞാനിതിന് ന്യായീകരിച്ചതല്ല, ഞാനിതിന്റെ തുടക്കം പറഞ്ഞല്ലോ. എനിക്കറിയാം അങ്ങ് ന്യായീകരിക്കാൻ അങ്ങ് വരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ സംഭവം ആളുകളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയെന്നേ ഉള്ളൂ. കാരണം ഞാനൊരു കാര്യമുണ്ട്, ഞാനൊരു പൊതുപ്രവർത്തന, രാഷ്ട്രീയത്തിലുപരി ഒരു പൊതുപ്രവർത്തന. അതെനിക്ക് മനസ്സിലായി, അതറിയാം. അത്യാഹിത പ്രശ്നങ്ങളിൽ കൂടി ചെന്ന് എന്നെ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എന്ത് കാര്യത്തിലും ഞാൻ ഇപ്പോഴും ഇടപെട്ട് ഞാൻ 1, 2, 3 രാജനെതിരെ എനിക്ക് വ്യക്തിപരമായ ഒരു ആരോപണമില്ല. അങ്ങ് പൊതുവേദിയുടെ പ്രേക്ഷകനാണ്, പൊതുകാര്യ പ്രസക്തനാണ്. അതിലൊന്നും എനിക്ക് ഒരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഇല്ല. തെറ്റ് തന്നെയാണ്, തിരുത്തി പോകണം. അത് ഏത് രാഷ്ട്രീയമായാലും. ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഇവിടെ മുന്നിൽ നിൽക്കുന്നത് BJP വർഗീയ ശക്തികളാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അതെന്തായാലും തിരുത്തി പോകണം. BJPക്കാരായാലും CPMകാരായാലും DYFIക്കാരായാലും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പ്രദീപ്